ഗൈസ് വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മളുടെ കെട്ടുനിറയുടെ തലേ ദിവസമായിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. നമ്മുടെ സ്വന്തം പണിക്കാട്ടിൽ അമ്പലത്തിൽ പോകണം. നമ്മൾ ഏട്ടൻ്റെ കാറ് പൂജിച്ചിട്ടുണ്ടായിരുന്നില്ല, താക്കോൽ മാത്രമേ പൂജിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പൂജിക്കണം. പിന്നെ എന്താ, നാളെ ഇപ്പോൾ അവർ പോവല്ലേ, അപ്പോൾ അതിനോടനുബന്ധിച്ച് ദേവിനൊക്കെ ഒന്ന് കാണണം. എല്ലാവരും അനുഗ്രഹം വേണം. പിന്നെ ഇന്ന് നല്ല പണിയുണ്ട്, നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇന്ന് അവിടെ നിന്ന് സിജിയമ്മയും കണ്ണച്ചനൊക്കെ വരും. ലീനമ്മ വരില്ല, ലീനമ്മയ്ക്ക് അന്ന് അവിടെ ഒരു കല്യാണം ഉണ്ട്, നമ്മൾ തൊട്ടയൽവക്കത്തുള്ളൊരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് അമ്മ വരില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടാവും, ശാലിക്കൊച്ച വന്നിട്ടുണ്ടാവും. പിന്നെ കാർ പോർച്ചൊക്കെ ഒന്ന് സെറ്റ് ആക്കണം, കുറച്ച് ചെരുപ്പും സംഭവങ്ങളും വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് അവിടെ ഒന്ന് ഫ്രീ ആക്കണം. കാരണം നമ്മൾ അവിടെയാണ് ഫുഡിൻ്റെ സാധനങ്ങൾ, നാളെ വൈകുന്നേരം കൊടുക്കേണ്ട ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ അവിടെയാണ് വെക്കുക. അപ്പം അങ്ങനെ അപ്പം അത് ചെയ്യാനുണ്ട്. അപ്പം ഇത്ര ഉള്ളെങ്കിലും ഇതൊരു അത്യാവശ്യം പണിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര്, ഞായറാഴ്ച ഉടൻ ഒരുപാട് പേര് വരും. നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ്, ഏതൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരുപാട് പേരുണ്ടാവും. രാവിലെ തൊട്ട് ആ ഫംഗ്ഷൻ കഴിയുന്ന വരെ ഒരുപാട് പേരുണ്ടാവും. ഇവരെല്ലാവർക്കും ഉള്ള ഫുഡ് അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിക്കും, എല്ലാ പണികളും ഒരുമിച്ച് എടുക്കും. പിന്നെ നമ്മൾ ഈ ഫംഗ്ഷൻ കഴിയുമ്പോൾ ഇതെല്ലാം കൂടി മീൻസ് ക്ലീനാക്കി അറേഞ്ച് ചെയ്തിട്ട് നമ്മളെല്ലാ ബന്ധുക്കാരും നമ്മുടെ വീട്ടിൽ നിന്ന് പോകുള്ളൂ കേട്ടോ. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. പലയിടത്തും ഫംഗ്ഷൻ്റെ ആ സമയത്ത് വരാം, ഫംഗ്ഷൻ കഴിഞ്ഞവരങ്ങോട്ട് പോവുക, അതല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഒരു അഭിമാനമുള്ളൊരു സംഭവമാണ്. എല്ലാ കാര്യത്തിനും എന്ത് കാര്യത്തിനും വേണമെങ്കിലും നമ്മുടെ കുഞ്ചന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാപ്പന്മാരൊക്കെയാണ്, വലിച്ചന്മാരൊക്കെയാണ്, മാമന്മാരാണ്, അവരൊക്കെ ഉണ്ടാവും. ഏതൊരു കാര്യം നമ്മുടെ വീട്ടിൽ പന്തലിനൊരു കുഞ്ചനുണ്ട്, സൗണ്ട് മൈക്ക് ലൈറ്റിനൊരു കുഞ്ചനുണ്ട്, ഫുഡിന് മാമനുണ്ട്, അങ്ങനെ എല്ലാ കാര്യത്തിനും ഇവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് വേണ്ടി അധികം മീൻസ് ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെ അല്ലേ, നമുക്കതിനെ പോകേണ്ടി വരാറില്ല. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനൊക്കെ ആയാലും നമ്മുടെ പിള്ളേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചേട്ടന്മാരുണ്ട്, അഭിപ്രായങ്ങൾ പറയാൻ ഒത്തിരി പേരുണ്ട്. ഭയങ്കര ഒരു രസമാണ്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, രസമാണ്. കുറച്ചധികം പണികളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എല്ലാവരും കൂടുമ്പോഴും ഒരു ഭയങ്കരത്തൊരു ഫീൽ തന്നെയല്ലേ. അപ്പോൾ അതിന് പോണേക്കാളും മുന്നേ അതിൻ്റെ ഇപ്പോൾ കുറച്ച് പേര് ചോദിച്ചു, ചേച്ചിയുടെ മുടി ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആയാലോ, എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒന്നാമത് മുന്നേത്തെ മുടി ഇപ്പോൾ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടാണ് വളരുന്നത്. ഈ മുടി വേണ്ട, എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഇങ്ങനെ ആയിരുന്നില്ല. കുറച്ച് ഏതൊരു ടൈം മുടി വെട്ടിയപ്പോൾ തൊട്ടാണ് ഇങ്ങനെ ആയി തുടങ്ങിയത്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തൊക്കെ പോകുമ്പോഴൊക്കെ ആയാലും ഹെയർ ഡ്രയർ യൂസ് ചെയ്യും. നമ്മുടെ അഗാരോൻ്റെ ഹെയർ ഡ്രയർ യൂസ് ചെയ്യും, അത് അടിപൊളിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അഗാരോൻ്റെ ഹോട്ട് ഹെയർ ബ്രഷ്, ഇത് ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യാനും വോളിമൈസ് ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ. ഹെയർ വോളിയം ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൽ ബാരിയർ ആണ് കൊടുത്തിട്ടുള്ളത്, ചാർക്കോൾ ബ്രിസ്റ്റൽസ് ഉണ്ട്, ബ്രഷിങ്ങിന് സെറാമിക് കോട്ടിങ്ങും ഉണ്ട്. 1200 വാട്ട്സ് ആണിത്. ആന്റി സ്കാൽഡിംഗ് ടിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൈക്ക് ചൂട് പറ്റില്ല. 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് കോഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. 3 ഹീറ്റ് മോഡ് അല്ലെങ്കിൽ 2 സ്പീഡ് സെറ്റിംഗ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ സ്പീഡ്, സെക്കൻഡ് വൺ മീഡിയം ടെമ്പറേച്ചർ ആൻഡ് ലോ സ്പീഡ്, തേർഡ് വൺ ആണ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ സ്പീഡ് കേട്ടോ. ഇത് പിടിച്ചുപയോഗിക്കാനായിട്ട് എളുപ്പമാണ്, ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പെട്ടെന്ന് ഹെയർ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഹെയർ സ്റ്റൈലും കൂടി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ല. അപ്പോൾ ആദ്യം ചെയ്യുന്നത്, ഞാൻ ഫ്രണ്ടിലത്തെ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഞാൻ ബാക്കിൽ ടൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 80% മുടി ഡ്രൈ ആയതിനു ശേഷം യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ മോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലോ ടെമ്പറേച്ചറിൽ ഹൈ സ്പീഡ് ഇട്ടിട്ടാട്ടോ. ബ്രഷ് നമ്മുടെ സ്കാൽപ്പിൽ തട്ടിയാലൊന്നും പെട്ടെന്ന് ചൂടൊന്നും ഏൽക്കില്ല. നമുക്ക് ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. പിന്നെ ഇങ്ങനെ ബൗൺസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പം നല്ല അടിയിൽ ഇങ്ങനെ ബൗൺസ് ചെയ്തിട്ട് എടുക്കും കേട്ടോ. ഹെയർ ഡ്രൈ ആവുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ഹെയർ സ്റ്റൈൽ ആവുകയും ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് ചെയ്തിട്ട് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, പെട്ടെന്ന് അത് ഡ്രൈ ആവുന്നുണ്ട്, എളുപ്പമാണ് ചെയ്യാനായിട്ട്. എനിക്ക് ഹെയർ ഡ്രൈ ചെയ്തേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇതാണ്. ഇതാകുമ്പോൾ ഡ്രൈ ആവും, ഒപ്പം തന്നെ സ്റ്റൈൽ ആവുകയും ചെയ്യും. ഒരു സ്ട്രെയിറ്റൻ ചെയ്തൊരു എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, കമ്പയർ ചെയ്യുമ്പോൾ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് കണ്ടില്ലേ, നമുക്ക് ഹെയർ ഫുള്ളായിട്ട് നമുക്കിത് ചെയ്യാം, 2 സൈഡും ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും നമുക്ക് ലാസ്റ്റ് ചെയ്ത് എഡ്ജിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഓഫീസ് വർക്കിനൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരമായിട്ടോ, പെട്ടെന്ന് ഹെയർ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടും. അതതിൻ്റെ സ്റ്റൈലിൽ ഇത് കെടുക്കുകയും ചെയ്യും. ഓൾമോസ്റ്റ് നമ്മുടെ ബാക്ക് സൈഡ് ഫിനിഷ് ആയപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കാണാനായിട്ട് ഇവിടെ നമ്മൾ ശരിക്കും ബൗൺസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ്. ബാക്ക് സൈഡ് 2 പോർഷനും സെറ്റ് ആയിട്ടുണ്ട്. അപ്പം തന്നെ
ഫ്രണ്ട് പോർഷനും ഞാൻ എടുത്ത് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ച് ചെയ്യാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് നല്ല സ്ട്രെയിറ്റനിങ് നല്ല ബൗൺസി ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടില്ലേ, മുടി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്തിക്കോ. തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണാം കേട്ടോ. നിഖിൽ ചേട്ടൻ നിതീഷ് ചേട്ടൻ്റെ ഒക്കെ മുടിയും താടിയൊക്കെ നന്നായിട്ട് വളർന്നു കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം ഇവർക്ക് പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ട് ഹെയറിനൊക്കെ. അപ്പോൾ ശരിക്കും മറ്റേ ഭയങ്കരമായിട്ട് വളർന്നിട്ട് ഫേസിക്ക് നോക്കുമ്പോൾ അത് മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. അല്ലോ അതിന് കാശൊക്കെ ഗുഡ് ബോയ്സ് ആട്ടോ. രാവിലെ എണീറ്റപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരത്തെ എണീപ്പിച്ചുകൊണ്ടൊക്കെ. ഇനി നേരത്തെ എണീപ്പിക്കണമല്ലോ, കാരണം നമ്മൾ വേറെ പ്രീ കെ ജിയിൽ നമ്മൾ ചേർത്താൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു 7 മണി 6:45 ആകുമ്പോൾ എണീപ്പിച്ച് തുടങ്ങണം. കാരണം 8:45 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ചെക്കന്മാരതേ റെഡി ആയിട്ട് അമ്പലത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ അമ്പലത്തിന് ചുറ്റും ഇതേപോലെ കട്ട വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മഴയൊക്കെ പെയ്യുമ്പോൾ അല്ലെങ്കിൽ കല്ലും കട്ടയൊന്നും ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പ്രാവശ്യം ചെന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇവന്മാർക്കാണെങ്കിൽ ഇതൊരു കളിയായി. നിധി അതമ്മ ചവിട്ടിട്ടാണ് നടക്കുന്നത്. കാശ് ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. അല്ലുക്കുട്ടൻ നോർമൽ സ്പീഡിലാണ് പോണത്. പക്ഷെ അതിനൊന്നും ഇവരൊപ്പം എത്താൻ പറ്റില്ല. അതിനൊരു കുഞ്ഞിക്കിളിയാണ്. അതിനൊരു പതുക്കെ പോകാൻ പറ്റുള്ളൂ. എന്ത് കാര്യം കുറച്ച് മൂപ്പര് സ്ലോ ആണ്. അതായത് പെട്ടെന്ന് അങ്ങോട്ട് ചാടി മറിയാനും ഓടാനും ഒന്നും ഇവർക്ക് ഇതിനുള്ളൊരു ആവതുണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫുഡ് കഴിക്കണ്ടേ? പക്ഷേ അതിനേക്കാൾ ഉപരി നല്ല സാമർഥ്യവും നല്ല വാശിയുണ്ട്. അത് കൂടുതലാണ് ഇവർ 4 പേരിലേക്കാൾ കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ തൊഴുതു. ഇതേ പുറത്ത് ദൈവത്തിന് തൊഴാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതേ ഞങ്ങൾ നോക്കുമ്പോഴേക്കും മറ്റേ ദൈവത്തിൻ്റെ അടുത്ത സ്റ്റെപ്പുമ്പോൾ നിൽക്കണ്. അവിടെ നിന്ന് ഞാൻ ഓടിപ്പിച്ചു. പിന്നെ ആ ബക്കറ്റിലുള്ള വെള്ളം എടുത്തിട്ട് പുറത്തേക്ക് കളയില്ല. ഒന്നും പറയണ്ട. അതായത് ഒന്ന് ദൈവത്തിനെ മര്യാദയ്ക്ക് വിളിച്ചൊന്ന് തൊഴാൻ പോലും സമ്മതിക്കില്ല. എന്നിട്ട് ആ നനഞ്ഞ കൈകൊണ്ടിരുന്നിട്ട് മണ്ണ് വരണം. പിന്നെ അവിടെ മറ്റേ കൽവിളക്കല്ലേ, അവിടെ പോയിട്ട് അവിടെ കറുത്ത സാധനങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ ദീപം കത്തിച്ചതിൻ്റെ എണ്ണയും മെഴുക്കൊക്കെ ഉണ്ടാവില്ലേ, അതും ഇരുന്ന് പണിയെടുക്കലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റേണ്ട മര്യാദയ്ക്ക്. ഇതിനെ വെള്ളോടാ മാഷിയാണോ ഈ പിന്നെ നല്ലൊരു കാര്യം ചെയ്യണ കണ്ടാൽ പിന്നെ അതിനോട് ചെയ്യാതിരിക്കാൻ പറ്റില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തോ മാൻ ഇടിഞ്ഞ് വീഴുമെന്നാണ് കുട്ടിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ ചെടി നോക്കിയാൽ അതുമ്പോൾ ഇലയില്ല, ഒരു വലിയൊരു മരത്തുമ്പോൾ ഇങ്ങനെ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആദ്യമായിട്ട് പൂവ് കാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഉള്ളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് പുറത്തേ വന്ന് നിൽക്കുകയാണ് ഇവരെയും കൊണ്ട്. എല്ലാത്തിനോടും കുറച്ച് കൗതുകം കൂടുതലാണ് കൈസ്. ചന്ദനത്തിരി കത്തിച്ച ഗ്ലാസ്സിത്തെ പൊടിയും പിന്നെ ആ ചന്ദനെടുത്ത് നെറ്റത്ത് തേക്കലും ഒന്നും പറയണ്ട. പിന്നെ തീർത്ഥം പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് എന്താ കുടിക്കുന്ന വെള്ളം എന്നാണ് വിചാരം. ഒരു ഗ്ലാസ് കുടിക്കുന്നതാണ് പിള്ളേരെ വിചാരം. അത് കുറച്ചൊക്കെ കൊടുത്തപ്പോഴേക്ക് ഞാൻ ബാഗ് എടുത്തങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇതായി വീണ്ടും ഇതും പിടിച്ച് സർക്കിയിട്ടായി. അവിടെ നിൽക്കണവരൊക്കെ നോക്കായിട്ടാ ഏതാണോ ഈ പിള്ളേരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ദൈവത്തിനൊക്കെ കണ്ടു തൊഴുത് പിള്ളേരെ കുറുമ്പും വാശൊക്കെ ഒന്ന് കുറയ്ക്കണേ, തല്ലുകൂടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വരുന്ന വഴിയിൽ നമ്മൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? വരുന്ന വഴി മസാല ദോശ കഴിക്കുക. വെറുതെ പറഞ്ഞിട്ടോ റീലുണ്ടല്ലോ അങ്ങനെ. അപ്പം നമ്മൾ ഡിസംബറത്തുള്ളൊരു കടയിൽ എത്തിയിട്ട് നിർത്തിയപ്പോൾ അവിടെ ഇങ്ങനെ പാർക്ക് പോലെ വെച്ചിട്ടുണ്ട് പിള്ളേർ കളിക്കാൻ വേണ്ടി. കാശ് ഇത് കാറിൽ നിന്ന് കണ്ടു. ഡോർ തുറന്നതും ഓടി ഇതുമ്മ കയറിയിട്ടാ. ഹലോ ഇങ്ങോട്ട് വന്നേ. നമ്മളപ്പോൾ പതിവ് പോലെ തന്നെ എല്ലാവർക്കും മസാല ദോശയും പിന്നെ പൂരിയും പിന്നെ പാറൂസിന് നെയ്റോസ്റ്റായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല തിരക്കാണ്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ കുറേ അയ്യപ്പന്മാരൊക്കെ അവരുടെയൊക്കെ തിരക്കായിരുന്നു. കുറച്ച് നേരം ഇരുന്നിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കാശിക്കുട്ടനൊക്കെ ആണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാപ്പം എന്ന് പറഞ്ഞിട്ട്. അല്ലും അതിനും പാപ്പം എന്ന് പറയും. പക്ഷേങ്കിൽ ഉള്ളിക്ക് അത്ര അധികം പോവില്ല. ദോശ ഇഷ്ടമാണ്. ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടായാലും പുറത്ത് പോയിട്ടായാലും ദോശ കഴിച്ചോളും. പക്ഷേ അതേ സ്ഥാനത്ത് ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല. ദോശ നല്ല മൊരിഞ്ഞ ദോശയാണെങ്കിൽ അത് കൂട്ടി കഴിച്ചോളും. വെറുതെ ആയാലും നിന്നോളും കേട്ടോ. പിന്നെ ഏറ്റവും ഇഷ്ടം
തക്കാളി ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാനാണ്. സാമ്പാറൊന്നും കൂട്ടിയിട്ട് അധികം അങ്ങോട്ട് പോവില്ല. അപ്പം നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും പിന്നെ വട ഫ്രീ ആയിരുന്നു കേട്ടോ. ഫ്രീ മീൻസ് അങ്ങനെയല്ല, നമ്മൾ പറയാണ്ട് തന്നെ വട വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മളോട് ചോദിച്ചിട്ടല്ല വട വയ്ക്കുക, ഇത് അവരെന്നെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല വടയായിരുന്നു കേട്ടോ, രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശന്നിരിക്കണോണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ഫുള്ള് ഫുഡൊക്കെ കഴിച്ചു. കാശിക്കുട്ടിനും മല്ലുക്കുട്ടിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ദോശ പറഞ്ഞു. അങ്ങനെ നമ്മളെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ കാത്ത് പുറത്തൊരു ടീം നിൽക്കുന്നുണ്ട് കാണാനായിട്ട്. ഇങ്ങോട്ട് നോക്കടാ. ഹായ് പറഞ്ഞേ. ഹായ് പറയോ. ഞങ്ങളിവിടെ പോരണ്ട, നീ പോരണ്ടോ? അല്ലോ കേട്ടില്ലെന്നുണ്ട്. അല്ലൊരു ഡിമാൻഡ്. ആ ശരി. എവിടെ സ്ഥലം? ഗുരുവായൂർ. ശരി, കാണാം. ഓക്കെ. ഒക്കെ ബാക്കിലേക്ക് പോ. ഒക്കെ ബാക്കിൽ പോയി അട്ടിട്ട് പോ. എല്ലാവരും പോ ബാക്കിലിട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അഞ്ചൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അതുമതേ ഗിഫ്റ്റും എൻ്റെ മിഠായിയും ബോളൊക്കെ കെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും സമ്മതിക്കില്ല, കാരണം നമ്മുടെ പടകൾ എത്തിയിട്ടുണ്ട്. അവർക്കിത് കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി. ആദ്യമായിട്ട് കാണുന്നത്. നമ്മൾ വീട്ടിൽ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം പുൽക്കൂട് ഉണ്ടാക്കിയിരുന്നു ചേട്ടനൊക്കെ കൂടിയിട്ട്. ഇത് ആദ്യമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും കഴിഞ്ഞ് ചെന്നിട്ട് അഞ്ചിനോട് കെഞ്ചാണ്, അഞ്ചു ടാ അയിനു കൈ ടാ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് മസാജറാണ് എല്ലാവരുണ്ട്. അപ്പം ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ്. അപ്പം അച്ഛൻ ചോദിക്കുക ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പം അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനൊരു 10 മിനിറ്റ് അച്ഛന് ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, തിരിച്ച് എനിക്കൊരു 15 മിനിറ്റ് ചെയ്ത് തരണം മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാനായിട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അയിനൂനല്ല അല്ലൂനും കാശിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാശിയുടെ എക്സ്പ്രഷൻ കണ്ടില്ല, കാശി ശരിക്കും അതിൽ ലയിച്ചു പോകും. കാശി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ, അതായത് കൊണ്ട് സുഖിപ്പിക്കുന്ന രീതിയിലുള്ള മസാജ്, തല മാന്തി കൊടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ കുട്ടിക്ക്. വെറുതെ ആലസ്യമായി കിടന്നുകൊണ്ട് ടി വി കാണുക, കിടന്നുകൊണ്ട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഒന്നും മടുക്കുമ്പോൾ ഓടി വന്ന് കിടക്കുക. അങ്ങനെ മടിയൊക്കെ പോകുമ്പോൾ ടീച്ചർ പറയും ഇവനെ എപ്പോഴും കിടക്കലാണ് ജോലി എന്ന് പറയും കേട്ടോ. അപ്പോൾ അടുക്കളയിലാണെങ്കിൽ അമ്മയും CG കൂടിയിട്ട് മിഞ്ചേച്ചി വന്നിട്ടുണ്ട് സാമ്പാറിനും. പിന്നെ അതേപോലെ തന്നെ അവിയലുണ്ടായിരുന്നു എന്നൊരു ഡൗട്ട്, എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞു പോയ കാര്യമല്ലേ. കൊച്ചായി വന്നിട്ടുണ്ട്. പിന്നെ അതേ വെല്ലേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ വെല്ലേച്ചി വന്നപ്പോൾ കുറുക്കുറെ മിഠായൊക്കെ കൊണ്ടുപോകും. വെല്ലേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെല്ലേച്ചി വരുമ്പോൾ ഇതേപോലെയുള്ള ഐറ്റംസ് കൊണ്ടുവരും. അപ്പോൾ പിന്നെ വെല്ലേച്ചി വരുമ്പോൾ വെല്ലേച്ചിയുടെ ഫേസിലേക്ക് എല്ലാവരും നോക്കുക, അവർ 2 കൈമയ്ക്ക് കിറ്റുണ്ടോ എന്നുള്ള ഇതാണ് നോക്കുക. അപ്പോൾ അതേ വെല്ലേച്ചി സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയായിട്ട് അല്ലുമോനൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ നിഖിൽ ചേട്ടൻ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. എന്തായാലും ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ആദ്യം തന്നെ വീടും സംഭവമൊക്കെ ഒന്ന് ഇവരുടെ ടോയ്സൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് അടിച്ചു വാരിടാം. കൊച്ചായി അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങണം, കാരണം കാർ പോർച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചേട്ടനൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഫ്രണ്ടിലത്തെ ഷീറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കും. നമ്മൾ മുറ്റത്ത് എന്തിനാണ് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഈ നീല ഷീറ്റ് വിരിച്ചിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇവർക്ക് എപ്പോഴും പുറത്തിറങ്ങി കളിക്കൽ കൂടുതലാണ്. അപ്പം മണ്ണിലിറങ്ങി ഒരുപാട് നേരം കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയ രീതിയിൽ നീളത്തിലും വീതിയിലും നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ, അവിടെ ഇരുന്ന് കളിക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങൾ പണിയെടുക്കുമ്പോൾ നിഖിൽ ചേട്ടൻ്റെതായ രീതിയിലും നിതീഷ് ചേട്ടൻ്റെ ആ രീതി നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ചേട്ടൻ പുറത്ത് ഷീറ്റൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ നിഖിൽ ചേട്ടനാണെങ്കിൽ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെ കുറേ ടോയ്സും വണ്ടിയും അതും ഇതൊക്കെയാണ് കോണിച്ചോട്ടിലിരിക്കുന്നത്. അതൊക്കെ കുറേ എടുത്ത് എവിടെയൊക്കെ പറയുമ്പോൾ 4 പിള്ളേരില്ല, ഇവരെല്ലാവരും ടോയ്സും സാധനങ്ങളൊക്കെ ഇവർ അടുക്കി വയ്ക്കും. നമ്മൾ അടുക്കി വയ്ക്കും, ഇവർ കൊണ്ടുവിടും, നമ്മൾ അടുക്കി വയ്ക്കും, ഇവർ കൊണ്ടുവിടും. ഒന്നും പറയണ്ട, ഒരു കൊട്ട നിറച്ച് ടോയ്സ് ഉണ്ട്. അത് കാശിക്കും മല്ലൂലാണെങ്കിൽ അതും നിരന്ന് കിടുന്ന കാണണം. അത് അടുക്കി വെച്ചിരുന്നിട്ട് എന്തൊരു സമാധാനമൊക്കെ ഇടാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരല്ലേ, നമ്മൾ വലുതായപ്പോഴല്ലേ നമുക്കിതൊക്കെ അടക്കി വെക്കാൻ തോന്നുന്നു. പിള്ളേർക്ക് ഇതൊക്കെ പരന്ന് എടുക്കുമ്പോൾ ഏതെങ്കിലും സാധനങ്ങളും എപ്പോഴായാലും ചെന്ന് എടുക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ലേ. അപ്പോൾ അതേ ഇവരെ ഷൂവും ഞങ്ങളുടെ ചെരുപ്പൊക്കെ ആയിട്ട് ഇവിടെ കുറേ ഉണ്ട്. അതൊക്കെ വേണ്ടതും വേണ്ടാത്തതൊക്കെ ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ നമ്മൾ വീട്ടിൽ എപ്പോഴും ഓരോ ഇടയ്ക്കിടയ്ക്ക് ഫംഗ്ഷൻ വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ചെരുപ്പും സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് പെറുക്കി വെക്കാം കേട്ടോ. അങ്ങനെ ഇനി എന്താ പാക്കിൽ ഇരിക്കുന്നത് ചേട്ടൻ്റെ കുറച്ച് ഐറ്റംസൊക്കെയാണ്. നമ്മുടെ പഴയ TV ഒക്കെയാണ്.
അപ്പോൾ ഇതെന്തായാലും ഈ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാനും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്, വില്ലേജ് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ കണ്ണച്ചൻ പറയുന്നു, ഷുഫിൻ ഇപ്പം നിങ്ങൾ ഇത്ര പേരുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ, ഞാനിപ്പോൾ എന്തിന് ഇന്ന് വന്നത് നിങ്ങളെ സഹായിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട അച്ഛാ, ഒരുപാട് പറമ്പുണ്ട്, നമുക്ക് അവിടെ ഒക്കെ നമ്മൾ മിറ്റടിക്കണം എന്ന് പറഞ്ഞൊരു വേണ്ട അച്ഛനും ഒന്നാമത് വയ്യാത്തതാണ് അച്ഛനും, കാലുകൊണ്ടൊക്കെ ഒരുപാട് പണിയൊന്നും ചെയ്യാൻ പറ്റാത്തൊക്കെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സൈഡ് അടിച്ചു തുടങ്ങി. കൊച്ചായും പിന്നെ ആരണാവോ വില്ലേജ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്, അപ്പുറത്ത് വേറെ അപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ ഒരു ചൂല് വാങ്ങിച്ചിട്ട് അടിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടെയാണ് ചെയറിടാൻ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് ഇവിടെ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ആദ്യം അടിച്ച് വൃത്തിയാക്കട്ടെ. ഷീറ്റ് നമ്മൾ എടുത്തു, കാരണം നമ്മൾ പൂജയൊക്കെ പുറത്ത് ചെയ്യുമ്പോൾ ഷീറ്റ് ഉരുകും, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല അതൊരു സേഫ് അല്ല എന്ന് തോന്നി. അതുകൊണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചു. പ്രഭുവേ പ്രിയനേ. വൈകിട്ട് ഇവർ ശരണം വിളിച്ചതിന് ശേഷം ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. ഇത് അവസാനത്തെ, അതായത് ലാസ്റ്റ് ദിവസത്തെ 40-ാം ദിവസത്തെയോ 40-ാം ദിവസത്തെ സംഭവമായിരുന്നു. ശരണം വിളിയായിരുന്നു. ഭയങ്കര വിഷമം, കാരണം അത് നാളെ തൊട്ട് ഇതില്ലല്ലോ എന്നുള്ളൊരു വിഷമം. ഈ ശരണം വിളിയും രാവിലെ എണീറ്റുള്ള ശരണം വിളിയും പാറുകൂട്ടൻ്റെ ഇതും നമ്മൾ അമ്പലത്തിൽ പോക്കും സംഭവങ്ങളൊക്കെ എന്തോ ഒരു ഞാനറിയാതെ തന്നെ എന്നിലേക്ക് വന്നൊരു വിഷമം. ഞാൻ അഞ്ചുനോട് പറയുന്നത് എനിക്കൊരു വിഷമം. സാധാരണയായിട്ട് എനിക്കങ്ങനെ ഞാൻ അത്ര അങ്ങനെ ട്രഡീഷണൽ അല്ല. അത് പറയാൻ കാരണം എനിക്ക് കുറേ സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഇവിടെ വന്നപ്പോൾ തൊട്ടാണ് അമ്മയും മഞ്ജുൻ്റെയൊക്കെ കയ്യിൽ നിന്നൊക്കെ ഞാൻ കൂടുതലായിട്ട് ഗ്രഹിച്ചു തുടങ്ങിയത്. എനിക്ക് പോലും എനിക്കെന്തോ ഭയങ്കര ഒരു വിഷമമായി. നാളെ ഇവർ പോവാണ്, അത് കഴിഞ്ഞാൽ എന്താ. അപ്പം അഞ്ജുനോട് പറയും, നമ്മളറിയാതെ നമുക്ക് വരുന്നൊരു വിഷമാടാ ഇത്. ഈ ഒരു വ്രതം കഴിയുമ്പോൾ അയ്യപ്പനൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴും എന്തോ അങ്ങനെ. അപ്പം ഞങ്ങൾ നാളേക്ക് വേണ്ടിയിട്ടുള്ള ചുറ്റുമുണ്ട് പിടിച്ചേക്കാടെ, കാരണം നാളെ ഇതിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ചേച്ചി വന്നത് വളരെ വളരെ ഉപകാരമായി. ചേച്ചിയാണ് എനിക്ക് ഒന്നാമത്തെ സാരിയുടെ ABCD അറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ പഠിച്ചുകൂടെ, ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഒറ്റയ്ക്ക് കൊടുക്കും കേട്ടോ. വലിയതായിട്ട് കൊള്ളാവാറൊന്നുമില്ലെങ്കിൽ പോലും എനിക്ക് വേറെ ഒരാൾ ഉടുപ്പിച്ച് വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ്. അതെനിക്ക് നടക്കാനും, അതായത് ഒട്ടും അവിടെ ലൂസല്ലാണ്ട് ഞാൻ കുറേ അഡ്ജസ്റ്റ് പണികൾ ചെയ്യുമ്പോൾ ഇവിടെ ലൂസായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സൂചിയൊക്കെ വെച്ച് അതൊക്കെ അപ്പോൾ അവിടെ ഇവിടെ കയറ്റി അങ്ങി പൊങ്ങിയൊക്കെ നിൽക്കും. ഇതാകുമ്പോഴും വേറെ ആൾ ഉടുപ്പിച്ച് വരുമ്പോൾ കറക്റ്റ് ചെയ്ത് തരാമല്ലോ. അപ്പോൾ ചേച്ചിയാണ് സാരിത്തല സംഭവങ്ങളൊക്കെ പിടിച്ചു വരുന്നത്. ചേച്ചീനെ തേച്ചു തന്നു കേട്ടോ. അപ്പോൾ അഞ്ജുൻ്റെയും ചേച്ചി തന്നെയാണ് പിടിച്ചു കൊടുത്തത്. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് തേച്ചു. നമ്മൾക്കിങ്ങനെ ഈ പ്ലീറ്റൊക്കെ ഇട്ടിട്ട് പ്ലീറ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ചൊക്കെ വെക്കണം. എനിക്കങ്ങനൊന്നുമില്ല, ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രം ഞാനങ്ങ് തേച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് ചപ്പാത്തി, സാമ്പാർ, പിന്നെ നമ്മൾ എലിശ്ശേരി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് ഫുഡ് കൊടുക്കുകയാണ്. ചേച്ചി ഇന്ന് പോകും, എന്നിട്ട് നാളെ വരുന്നതാണ് പറഞ്ഞത് ഗൈസ്. അങ്ങനെ അപ്പോൾ ഇതേ രാത്രിയായി, ഞങ്ങളിതേ റൂമിൽ വന്നു. അപ്പോൾ ഇവർ പോണതിൻ്റെ അന്ന് തന്നെയാണ്, മലയ്ക്ക് പോണതിൻ്റെ അന്ന് തന്നെയാണല്ലോ ഞങ്ങളും പോയത് നമ്മുടെ ഡൽഹിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീർച്ചാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നീർച്ചാണ് പോണ ദിവസമായപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട് ഞങ്ങൾ പാനിക്കാവൂ എന്ന രീതിയിലുള്ള ടെൻഷൻ, അല്ലാതെ ഞങ്ങൾ പറഞ്ഞയക്കാനൊന്നും ടെൻഷനില്ല. ചേട്ടൻ പറയുന്നത് എന്ത് എപ്പോൾ എങ്ങനെയാണെങ്കിലും എന്നെ വിളിക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുക, ഒട്ടും പാനിക്കാവേണ്ടെന്ന് പറയും. അടുത്തത് എന്തായാലും കെട്ടുനിറയുടെ വീഡിയോ ആയിരിക്കും കേട്ടോ.